ഇവർ വലിയ ഡീലാണ് മറ്റാണെന്നൊക്കെ ഇങ്ങനെ പറയുവാനുള്ള. നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഒരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ചെയ്താൽ അറിയാമോ? ഇവർ ചെയ്ത പരിപാടി അറിയാമോ? 2019 ഇത് തീർക്കേണ്ടിയിരുന്നത്. കരാർ കൺസെഷൻ എഗ്രിമെൻ്റ് അനുസരിച്ച് തീർന്നില്ലെങ്കിൽ 2024 തീരുള്ളൂ. ഇവർ കൺസെഷൻ എഗ്രിമെൻറ്റിൽ അമെൻമെൻറ്റ് വരുത്തി. ആര്? പിണറായി സർക്കാർ 5 വർഷം കൂടി നീട്ടിക്കൊടുത്തു. 5 വർഷം നീട്ടിക്കൊടുക്കുമ്പോൾ 40 വർഷം ഇത് നടപ്പാക്കാനുള്ള അവകാശം 45 വർഷമാക്കി കൊടുക്കുകയാണ് ചെയ്തത്. 40 എന്നുള്ളത് 45ആയി. ഈ കൺസെഷൻ എഗ്രിമെൻറ്റിലൊരു ക്ലോസ് ഉണ്ടായിരുന്നു. ഇവർ വൈകിയാൽ ഒരു ദിവസം ഇവർ 12 ലക്ഷം കൊടുക്കണമെന്ന്. 12 ലക്ഷം 5 കൊല്ലം വൈകിയപ്പോൾ അവർ കൊടുക്കേണ്ട സർക്കാരിന് പെനാൽറ്റി, പീനൽ പ്രൊവിഷനാണ്, കൊടുക്കേണ്ട തുക 219 കോടിയാണ്. ഒറ്റ പൈസ ഇതെല്ലാം ഒഴിവാക്കി കൊടുത്തവർ. 2 ഘട്ടമായി എല്ലാം ഒഴിവാക്കി കൊടുത്തു. അതെന്ത് ഡീലായിരുന്നു? 219 കോടി രൂപ അദാനി പോർട്ട് ഗവൺമെൻറ്റിന് നഷ്ടപരിഹാരം, ഈ പീനലായിട്ട് ഈ വൈകിയതിന് ഒരു ദിവസം 12 ലക്ഷം രൂപ വെച്ച് 5 കൊല്ലം 1825 ദിവസം ഇൻറ്റു 12 ലക്ഷം ഒന്ന് കൂട്ടിയേ കാൽക്കുലേറ്ററിൽ. 219 കോടി രൂപ. ഞാൻ കാൽക്കുലേറ്ററിൽ നോക്കിയതാണ്. 219 കോടി രൂപ അത് കൊടുക്കണമായിരുന്നു. എന്ത് പ്രളയം, കോവിഡ്, നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ്. പ്രളയം കോവിഡ് എത്ര നാളുണ്ടായിരുന്നു? പ്രളയം കോവിഡ് എത്ര നാളുണ്ടായിരുന്നു? അല്ലല്ല ഞാൻ പറയണേ, ഇവർ ചോദിച്ചതിന് ഞാൻ മറുപടി പറയട്ടെ. പ്രളയവും കോവിഡും എത്ര നാളുണ്ടായിരുന്നു? 1 മാസം പ്രളയം, വേണമെങ്കിൽ ഒരു 4 മാസം കോവിഡ്, ആയിക്കോട്ടെ 5 മാസമല്ലേ. 5 കൊല്ലത്തേക്കുള്ള ഇളവാണ് കൊടുത്തത്. 5 വർഷത്തേക്ക്. ന്യായീകരിക്കല്ലേ? 5 വർഷത്തേക്ക് 219 കോടി രൂപ. അത് കുറച്ചാൽ മതിയായിരുന്നു. 150 കോടിയാക്കിയാൽ മതിയായിരുന്നു. ആ കോവിഡിൻ്റെ കാലവും മറ്റത് ഒഴിവാക്കിയാൽ മതിയായിരുന്നു. അവർക്ക് ഒഴിവാക്കി കൊടുക്കുകയാണ്. എന്നിട്ടൊരു 43 കോടി രൂപ പിന്നെ കൊടുക്കണം, 43 കോടി രൂപ പിന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു. അതും കൊടുത്തില്ല, അതും അവർ തന്നില്ല. അതും ആൾക്ക് വയബിലിറ്റി ഫണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ആരാണ് ഡീല്? ഇപ്പം ഇവരെ ഡീലിനെ കുറിച്ച് പറയണേ. ഈ ഡീല് നടത്തിയ പരിചയം കൊണ്ടാണോ ബാക്കിയുള്ളവരെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഇവർ വന്നിരിക്കുന്നത്? ഇതിനൊക്കെ മറുപടി പറയണമല്ലോ. എന്തിനാണ് കൺസെഷൻ എഗ്രിമെൻറ്റിൽ ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ, ഒന്നും ചെയ്യാതെ നിങ്ങളെ കൂടി ആഘോഷിക്കല്ലേ? വിഴിഞ്ഞത്ത് അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ് ആഘോഷിക്കല്ലായിരുന്നാ? കുറേ ദിവസം ആഘോഷിക്കുക. ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ, ഒരു നടപടിയും ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ലല്ലോ. അതല്ലേ അവിടെ ചോദിച്ചത്. എന്ത് തീരുമാനം എടുക്കും? തീരുമാനം എംപവേർഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരും. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റിൻ്റെ ഇൻട്രസ്റ്റ്, സ്റ്റേറ്റിന് ഏതാണ് ഇൻട്രസ്റ്റ് അത് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള തീരുമാനം എടുക്കും.